ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും നിലപാട് ഘടിപ്പിച്ച് PV അൻവർ MLA. MR അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്ന ചോദ്യമാണ് PV അൻവർ ഇന്ന് ഉയർത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട ശേഷമാണ് PV അൻവർ വീണ്ടും നിലപാട് ഘടിപ്പിച്ചത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ MV ഗോവിന്ദനെ കണ്ട ശേഷം ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നു. MV ഗോവിന്ദനെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടമാണ്. ശശിക്ക് പല മോഹങ്ങളുമുണ്ട്. അതിനെ നിയന്ത്രിക്കാനുള്ള ഒരായുധമായി അൻവറിൻ്റെ ഈ പരാതി MV ഗോവിന്ദൻ ഉപയോഗിക്കുമോ? MV ഗോവിന്ദനോടൊപ്പം മറ്റ് പല സമവാക്യങ്ങളും ഒത്തുചേരുമോ ഇതിൽ? വേണു, ഇക്കാര്യത്തിൽ അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമാണ്. കാരണം വേണു ചൂണ്ടിക്കാണിച്ച ഈ കാര്യം കൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് നിർണായകമാകുന്നത്. PV അൻവറിന് ഏത് തരത്തിലുള്ള പിന്തുണയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആരാണ് അൻവറിന് പിന്നിലെന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം കൂടിയാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. കാരണം അൻവർ ഇപ്പോൾ ഒരു പാർട്ടി അംഗമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തുറന്ന പറച്ചിലുകൾക്ക് അൻവർ വലിയ വില കൊടുക്കേണ്ടി വന്നേനെ. കാരണം ഒരു പാർട്ടി അംഗത്തിന് പാർട്ടിയുടേതായ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരം പരസ്യ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ PV അൻവറിനെ ആരോ തെരഞ്ഞെടുത്തു, അല്ല ആരോ ചുമതലപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളിലാണ് സംശയമുയരുന്നത്. ഏതായാലും PV അൻവർ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ADGP MR അജിത് കുമാർ എന്നുള്ള വ്യക്തി മാത്രമല്ല, എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ പാർട്ടി സംസ്ഥാന ഘടകത്തിലേക്ക് ഈ പരാതി എത്തുമ്പോൾ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് MR അജിത് കുമാറിനേക്കാൾ ഉപരി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ P ശശിയാണ്. നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നടത്തിയ ചില ആലോചനകൾ അല്ലെങ്കിൽ വിലയിരുത്തലുകളുണ്ട്. കാരണം പോലീസ് ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ അകൽച്ച വർദ്ധിപ്പിക്കാൻ പോലീസിൻ്റെ ഇടപെടൽ കാരണമാകുന്നു, പോലീസിനെ നിയന്ത്രിക്കുന്നത് ഫലപ്രദമാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും ഇതിനെ പൂർണ്ണമായും സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ PV അൻവർ പുറത്തുവിട്ട ഈ ആരോപണങ്ങൾ. ഏതായാലും അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഈ പരാതിയുടെ ഗൗരവവും അതോടൊപ്പം തന്നെ പരാതിയുടെ കാമ്പും അനുസരിച്ചായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ P ശശിക്കെതിരെ ഏതായാലും പാർട്ടി അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയേറെ ഗൗരവമുള്ളതാണ്. P ശശിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോലും വരാൻ പറ്റുന്ന ആൾ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാൾ എന്നുള്ള തരത്തിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നമുക്ക് P ശശിയുടെ മുൻകാല ചരിത്രം നോക്കി തന്നെ അദ്ദേഹം എങ്ങനെയാണ് പാർട്ടി നടപടി നേരിട്ടതിന് ശേഷം സർവശക്തനായി തിരിച്ചു വന്നത് എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായും ഇതൊക്കെ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയാകും. ശശിയുടെ ഇത്രയും ഗൗരവമായ ആരോപണം ഉയർന്ന ഒരു സ്ഥിതിക്ക് ശശിയെ ഇനി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അടുത്ത സമ്മേളനത്തിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടയുണ്ടാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും P ശശിക്കെതിരെയാണ് ഇപ്പോൾ PV അൻവർ ആരോപണത്തിൻ്റെ കുന്തമുന തിരിച്ചിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിലൂടെ ഇത് വളരെ വ്യക്തവുമാണ്. ഈ കാര്യത്തിൽ പാർട്ടി ഗൗരവമായി അന്വേഷിക്കേണ്ടി വരും. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അന്വേഷണം പാർട്ടി നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ P ശശിക്കെതിരെ കടുത്ത നടപടിയിലേക്കും പാർട്ടിക്ക് നീങ്ങേണ്ടി വരും. അത്തരത്തിൽ ഒരേ സമയം തന്നെ ഭരണപരമായും സംഘടനാപരമായും ഉള്ള ഒരു യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ PV അൻവർ കടന്നിരിക്കുന്നത്. വേണു, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ സെക്രട്ടേറിയറ്റ് ആയിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമെങ്കിൽ അത് ഇനി മുതൽ AKG സെൻ്റർ ആവുകയാണ്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകവുമാണ്.